അപ്പോൾ നമ്മൾ ഓണം വൈബ്സിലേക്ക് കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത്തപ്പൂക്കളത്തെ കുറിച്ചാണ് അശ്വതി. അപ്പൊ അശ്വതി എങ്ങനെയാണ് ഈ 10 ദിവസം അത്തപ്പൂക്കളം ഇടുന്ന ആളാണോ അതോ 10ാം ദിവസം ഇടാറേ ഇല്ലല്ലേ? അപ്പൊ പിന്നെ അത്തപ്പൂക്കളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പക്ഷെ അതിനുവേണ്ടി ഇങ്ങനെ മെനക്കെടാൻ തയ്യാറാകാത്ത ഒരാളുമാണ്. ഇഷ്ടമാണ് കാണാൻ, അല്ലാതെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അത്തപ്പൂടുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മളെല്ലാം പാലിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ചെയ്യാറില്ല. പിന്നെ നമ്മൾ പറയട്ടെ, ഈ പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ പൂവുണ്ട് അതുകൊണ്ട് ഇടാം. നമ്മളിത് എല്ലാ ദിവസവും പൂ മേടിച്ചിടുക എന്നൊക്കെ പറഞ്ഞാൽ ഓണക്കാലത്ത് പൂ എന്നൊക്കെ പറഞ്ഞ അതിൽ തരം വെല്ലുവിളി വേറെയുണ്ട്. പക്ഷെ ഇപ്പൊ കുറെ ആളുകൾ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, പൂക്കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വെളിയിൽ നിന്നുള്ള പൂവിന്റെ വരവ് കുറച്ച് കുറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് വേണ്ട പൂക്കൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അശ്വതി, ഞാൻ പറയുന്നത് ഇപ്പൊ ഓഫീസുകളിലും കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ഓണപരിപാടി നടക്കുന്ന ദിവസമാണ് ഇന്നും നാളെയും ഒക്കെ ആയിട്ട്. അപ്പം പൂക്കൾക്ക് ഒരുപാട് ഡിമാൻഡുള്ള ദിവസങ്ങളാണ്. അപ്പോൾ വിലക്കുറവിൽ എവിടെ പൂ കിട്ടുമെന്നാണ് ഇനി ഞങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഓണക്കാലം ആയതോടെ പൂ വിപണി സജീവമായിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞതുപോലെ കൊച്ചു തോവാള എന്നറിയപ്പെടുന്ന നെയ്യാറ്റിൻകരയിലെ കാഞ്ഞിരംകുളം ഗ്രാമവും ഓണത്തെ വരവേൽക്കുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം പൂക്കൾ ഇവിടേക്കാണ് എത്തുന്നത്. ഇവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് പൂക്കൾ വാങ്ങാവുന്നതാണ്. അത്തം പറഞ്ഞാൽ കാഞ്ഞിരംകുളത്തെ പൂവിപണി ഒന്നുകൂടെ സജീവമാകും. തെക്കൻ കേരളത്തിലെ കൊച്ചുതോവാള എന്നറിയപ്പെടുന്ന ഈ പൂച്ചന്തയിലേക്ക് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് ആൾക്കാരാണ് ദിനംപ്രതി പുഷ്പങ്ങൾ വാങ്ങാൻ എത്തുന്നത്. ഇവിടുത്തെ ഓണവിശേഷം നമുക്ക് കണ്ടു മനസ്സിലാക്കാം. പക്ഷെ പ്രധാനമായിട്ട് എന്തൊക്കെ തരം പുഷ്പങ്ങളാണ് അതിന്റെ വിപണി ഏറ്റവും കൂടുതൽ എല്ലാ പൂക്കളും എങ്ങനെയാണ് വിലവരും ആൾക്കാരുടെ വരവ് ഇന്നത്തെ വരവ് കുഴപ്പമില്ല. മഞ്ഞ കേന്തിയുണ്ട്, ഓറഞ്ച് കേന്തിയുണ്ട്, വെള്ള ജമന്തി, വാടാമല്ലി, റോസ, പനിനീർ റോസ, താമര, പച്ച, പിന്നെ കോഴിപ്പൂവ്. ഈ പ്രധാനമായിട്ടും ഏത് ഭാഗത്തുള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നത്? എല്ലാ മൊത്തവും ഉണ്ട് ഇവിടെ. ആര്യനാട്, ആറ്റിങ്ങല്, നെടുമങ്ങാട്, കുറെ പത്തനംതിട്ടയൊക്കെ ഉള്ളവര് വന്ന് മൊത്തമായിട്ട് വാങ്ങിട്ട് പോകും. കഴിഞ്ഞ വിപണി അനുസരിച്ച് ഇപ്രാവശ്യത്തോളം കുറവല്ലേ? ഒരുപാട് കുറവ്. മറ്റേ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൊക്കെ ഒരുപാട് കുറവ്. ഉത്തരാടത്തിന്റെ അന്ന് എന്തെങ്കിലും കുറച്ചുകൂടി ദിനങ്ങളിൽ മാറി പോകുമ്പോഴേ ഉള്ളൂ. നഗരത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. എന്താണ് ഇങ്ങോട്ട് ഈ ഗ്രാമത്തിൽ വന്ന് ഈ ഒരു പൂ വാങ്ങാനുള്ള നിങ്ങളുടെ കാരണം എന്താണ്? നല്ല വിലക്കുറവുണ്ടെന്ന് പറയുന്നതായിട്ട് പൊതുവില്. അപ്പൊ വന്ന് നോക്കി, അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ചാലയിലെന്നാണ് കളക്ട് ചെയ്തിരുന്നത്. അപ്പൊ അവിടത്തെക്കാളും ഒരുപാട് കളക്ഷനും ഉണ്ട്. അതായത് ക്വാണ്ടിറ്റി നോക്കുന്ന സമയത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒട്ടനവധി ഇങ്ങനെ കൂട്ടി അവിടെ ഇട്ടിക്കുന്നുണ്ട്. ചാലയിൽ പോയാൽ കൂടി ഇത്രയും നമുക്ക് കളക്ഷനും ഉണ്ടാവില്ല, ക്വാണ്ടിറ്റിയും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് അത്യാവശ്യം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനുള്ള സൗകര്യവും അതിനനുസരിച്ചിട്ടുള്ള വിലക്കുറവും ഇവിടെ കിട്ടുന്നുണ്ട്. അതാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയിട്ടുള്ള ഒരു നമുക്ക് വരാനുണ്ടായ കാരണം. കഴിഞ്ഞ 47 വർഷക്കാലമായി പൂവിപണിയിൽ സജീവമായി നിൽക്കുന്ന നമ്മുടെ സെൽവൻ ചേട്ടൻ നമ്മോടൊപ്പം. നമുക്ക് അദ്ദേഹത്തോട് ഇത്തവണത്തെ പൂവിപണിയെ കുറിച്ചൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു ഓണവിപണി? എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന ഒരു വലിയൊരു ദുരന്തം വയനാടുണ്ടായി. അപ്പം ഓണമില്ല, എന്നാലും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് ആദ്യമായിട്ട് ഓണമില്ലെന്ന് പറഞ്ഞാൽ ആദ്യത്തെ അത്തം തുടങ്ങിയപ്പോഴേ കച്ചവടം വളരെ മോശമായിരുന്നു. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല സജീവമായി. നമ്മൾ ഓഫീസുകളിലും സ്കൂളുകളിലും നാട്ടിലും എല്ലാം അത്തപ്പൂയിടണം എന്നുള്ളത്. അതിനുള്ള പ്രത്യേകത, കേരളീയക്ക് ആകെപ്പാടുള്ള ഒരു ഉത്സവം ഓണമാണ്. അതിൽ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയോ ഒന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. എന്താണ് ഈ കാഞ്ഞിരംകുളത്തേക്ക് എത്താനുള്ള കാരണം? വില കുറവാണ്, ഏറ്റവും അടുത്ത് അക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല, അതുകൊണ്ടാണ് വാങ്ങുന്നത്. ഏതൊക്കെ തരം പുഷ്പങ്ങളാണ് ഇവിടെ ധാരാളം വാങ്ങുന്നത്? എല്ലാം ഇവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? മിക്കവാറുള്ളതല്ല ഇവിടെ സീസണലായിട്ട് ഉള്ള ബിസിനസ്സാണ്. അത് ഈ ചാല അപേക്ഷിച്ച് ഇവിടുത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാം. വില കുറവാണ്, ചാലയേക്കാളും വില കുറവ്. ആദ്യത്തെ 2 ദിവസം വിപണി നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലേക്ക് എത്തിയില്ല. പക്ഷെ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച കാട്ടിലും നല്ല കച്ചവടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഓഫീസുകളിലൊക്കെ എങ്കിലും നല്ല രീതിയിലുള്ള അത്തം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്കൂളുകളിലൊക്കെ അത്തം ഇടാൻ വേണ്ടി ചെറിയ രീതിയിലായാലും തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ടിന് നല്ല ഇപ്പൊ 2 ദിവസം കൊണ്ട് നല്ല രീതിയിലുള്ള കച്ചവടം നടക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു
ഈ ഓണം നല്ല ബിസിനസ് നടക്കുമെന്നാണ് നമ്മുടെ ശുഭപ്രതീക്ഷ. ആവശ്യക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിലുപരിയായി ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് വിലയ്ക്കും വ്യത്യാസം വരുന്നുകൊണ്ട് അതിലുപരിയായി അതിന്റെ ഒരു ഷോർട്ടേജും വരുന്നുണ്ട്. പക്ഷെ പൂവ് ആവശ്യത്തിനത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യം. പ്രധാനമായിട്ട് എവിടെ നിന്നൊക്കെയാണ് ഈ പുഷ്പം എത്തിക്കുന്നത്? നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ വരുന്നത് ഒസൂറിലാണ്. ഒസൂർ, ഡിണ്ടിഗല് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ബാംഗ്ലൂർ ഐറ്റംസ് അല്ലാതെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തോവളെക്കാട്ടിലും വില കുറച്ച് കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു 2 അടി കളം നമുക്ക് ഒരുക്കാൻ എത്ര രൂപയുടെ പൂക്കൾ നമുക്ക് കൊടുക്കാം? 2 അടി കണക്കാക്കുമ്പോ 500 രൂപ പൂ മതി. 2 അടി ആകുമ്പോൾ ചെറിയ അളവാണ്. 1 അടി 2 അടി ആകുമ്പോൾ ഇത്ര വരുള്ളൂ. ഈ ഒരു മേശയുടെ അളവ് വരുള്ളൂ. 500 രൂപ പൂ വെക്കാൻ ഇഷ്ടം പോലെ ഇടാൻ പറ്റും. ഓണവിപണി എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ വളരെ ഡൗണാണ്. എന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിരത്തി കച്ചവടക്കാർ കൂടുതൽ ഉണ്ടാവുമായിരുന്നു. പിന്നെ പല ആൾക്കാരും ശീലിക്കാനുള്ള ഒരു മാർഗമാണ് എന്ന് പറഞ്ഞാൽ 10 ദിവസം, ആ 10 ദിവസത്തെ എന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാരും വന്നതിൽ കൂടെ ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 പേര് സ്റ്റാഫ്, പിന്നെ വളരെ കുറച്ചാണ് സാധനങ്ങൾ ഇറക്കിയിരിക്കുന്നത്. പിന്നെ പൂ ഇച്ചിരി വില കൂടുതലാണ്. പിന്നെ നമ്മുടെ ഇവിടെ തൊഴിലുറപ്പുകാർ കൃഷി ചെയ്യുന്നതുകൊണ്ട് ചുവപ്പിനും ഇച്ചിരി വില കുറവുണ്ട്. അത്തപ്പൂക്കളം ഒരുക്കാനുള്ള പൂക്കളാൽ സമ്പന്നമാണ് തെക്കൻ കേരളത്തിലെ ഈ കൊച്ചു തോവാള. കാഞ്ഞിരംകുളത്ത് നിന്നും അരുൺ മോഹൻ, ന്യൂസ് 18.